ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, വിസ റിന്യൂവലിന് ശേഷം 5 മാസം കഴിഞ്ഞ ഉടനെ റിസൈൻ ചെയ്താൽ വിസയുടെ ചാർജ് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. ആസ് പെർ ദ ലോ, എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് വിസയുടെ ചാർജ് ഡിഡക്ട് ചെയ്യാൻ കമ്പനിക്ക് പറ്റത്തില്ല. പിന്നെ ആകെ ചാർജ് ചെയ്യുന്നത് റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റാണ്. അതും നിങ്ങൾ പ്രൊബേഷൻ പീരീഡിലാണെങ്കിൽ, നിങ്ങളൊരു കമ്പനി ജോയിൻ ചെയ്ത് ഒരു 6 മാസത്തിനുള്ളിൽ റിസൈൻ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കമ്പനി നിങ്ങളോട് റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് ചോദിക്കും. അതും നിങ്ങളല്ല പേ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഏത് കമ്പനിയിലോടാണ് പുതുതായിട്ട് പോകുന്നത്, ആ കമ്പനി ഓണറാണ് ഇത് റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് പേ ചെയ്യേണ്ടത്. അതിൽ വിസയുടെ കോസ്റ്റ് വരത്തില്ല. റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിങ്ങിൻ്റെ എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാത്രമേ വരത്തുള്ളൂ. അപ്പം ടോട്ടലി നിങ്ങൾക്ക് വിസയുടെ പൈസ കൊടുക്കേണ്ടി വരത്തില്ല. കാര്യം നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു, 2 വർഷം കഴിഞ്ഞു, പിന്നെ 5 മാസത്തിനുള്ളിലാണ് നിങ്ങൾ റിസൈൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വിസയുടെ പൈസ കൊടുക്കേണ്ടി വരത്തില്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾക്ക് ജോലി മാറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വിസ റിന്യൂവലിന് മുമ്പ് മാറുക, അല്ലെങ്കിൽ വിസ എക്സ്പയറി ടൈമിൽ മാറുക. കാര്യം ഒരു 5 മാസം 6 മാസം കഴിഞ്ഞിട്ടൊക്കെ മാറിയാൽ കമ്പനി ഓൾമോസ്റ്റ് ഒരു 5,000 7,000 ഒക്കെ നിങ്ങളുടെ വിസ റിന്യൂവൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അത് അവർക്കൊരു നഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനി ചാർജ് ചെയ്യുമെന്നൊക്കെ പറയുന്നത്. ആസ് പെർ ദ ലോ, യെസ്, അവർക്ക് ചാർജ് ചെയ്യാൻ അവകാശമില്ല. പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ സൈഡും ക്ലിയർ ആക്കണമല്ലോ, നമ്മുടെ സൈഡും റീസണബിൾ ആയിരിക്കണമല്ലോ. അപ്പം ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല ഒരു 5 മാസം 6 മാസം കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്യാൻ. പക്ഷേ നമുക്കറിയത്തില്ല, സിറ്റുവേഷൻ ആയിരിക്കും, സാലറി ഇൻക്രിമെൻറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും. അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യുക.